ഹലോ വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് പി എസ് സി. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് പി എസ് സിയിലേക്ക് സ്വാഗതം. നമ്മുടെ അസിസ്റ്റന്റ് ലെക്ചറർ അല്ലെങ്കിൽ ലെക്ചറർ പോസ്റ്റിലേക്ക് വേണ്ടിയുള്ള നോട്ടിഫിക്കേഷൻ ആണ് UKPSC. UKPSC എന്ന് പറയുമ്പോൾ യുണൈറ്റഡ് കിങ്ഡമല്ല, ഉത്തരാഖണ്ഡ് PSC ലെക്ചർ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. ഓക്കെ, വളരെയധികം പോസ്റ്റുകളുണ്ട്. ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെയുള്ള നോട്ടിഫിക്കേഷൻസ് ഉണ്ട്. സൈറ്റിൽ കയറി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർക്ക് ടെലഗ്രാം ചാനലിൽ നോട്ടിഫിക്കേഷൻസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഒരു 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 ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ മാത്രമാണ് ഈ വീഡിയോ. കാണുന്നവര്, ഈ തരത്തിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ കാണുന്നവരെല്ലാം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ദയവായിട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ നന്നായിട്ട് ലൈക്ക് ചെയ്യുകയും ചെയ്യുക. ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് യൂട്യൂബിൽ റെക്കമെൻഡ് ചെയ്ത് എല്ലാവരിലേക്കും എത്തട്ടെ. ജോലി ഇല്ലാതെ നിൽക്കുന്ന എല്ലാവരും എത്രയും പെട്ടെന്ന് ജോലി കിട്ടാനായിട്ട് സഹായകരമായിട്ട് മാറട്ടെ. ഓക്കെ, അപ്പൊ ഉത്തരാഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷൻ ലെക്ചർ പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ട്. ലെക്ചർ പോസ്റ്റ് എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഭീമാകരമായ ക്വാളിഫിക്കേഷൻസ് ഒന്നും അല്ല, സിമ്പിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ മതി. ഏകദേശം 808 വേക്കൻസീസിലാണ് വിളിച്ചിരിക്കുന്നത്. 808 വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത്. 808 വേക്കൻസിയാണ്. അതായത് ജനറൽ ബ്രാഞ്ച് വിളിച്ചിട്ടുണ്ട് 725 ജനറൽ ബ്രാഞ്ച്. ജനറൽ ബ്രാഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ ആയിട്ടുള്ള ഫീമെയിൽ മെയിൽ സെപ്പറേറ്റ് അല്ലാത്ത കോളേജുകളിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. 83 വുമൺ സെന്റേഴ്സിലേക്കും വിളിച്ചിട്ടുണ്ട്. അപ്പൊ മൊത്തം 808 വേക്കൻസീസ് ആണ് വിളിച്ചിരിക്കുന്നത്. അഡ്വർടൈസ് നമ്പറും കന്നഡ കൊടുത്തിട്ടുണ്ട്. സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഏജ് എന്ന് പറയുന്നത് മിനിമം 21 ഇയേഴ്സും മാക്സിമം 42 ഇയറുമാണ് നമുക്ക് അതർ സ്റ്റേറ്റുകാർക്ക് ലഭ്യമാവുന്നത്. നാച്ചുറൽ പോസ്റ്റ് നോൺ ഗസറ്റഡ് ടെമ്പററി ഓർ പെർമനന്റ് എന്നുള്ളതല്ല, പെർമനന്റ് പോസ്റ്റ് ആണ് കേട്ടോ. പെർമനന്റ് പോസ്റ്റ് ആണ്, കണ്ടിന്യൂസ് പോസ്റ്റ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ജോബ് സെന്റർ എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡ് തന്നെ. ഇനി കേരളത്തിൽ എക്സാം സെന്റർ കിട്ടുമെന്ന് ചോദിക്കുന്നത് ഉത്തരാഖണ്ഡ് തന്നെയാണ് കേട്ടോ. എക്സാം സെന്റർ കിട്ടുന്നത് ഉത്തരാഖണ്ഡ് തന്നെയാണ്. എക്സാം ആപ്ലിക്കേഷൻ മോഡ് ഓൺലൈൻ ആയിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. വളരെ കുറഞ്ഞ ഫീസ് ഒക്കെ ഉള്ളൂ. ഡീറ്റെയിൽസ് ഞാൻ താഴോട്ട് പറയാം. ഓക്കെ, ഡിസംബർ 30 പബ്ലിഷ് ചെയ്തത്. ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, വീഡിയോ ചെയ്യാന്ന് പറഞ്ഞിരുന്നത് കുറച്ച് തിരക്കുകളായതുകൊണ്ട് വൈകിപ്പോയതാണ്. ഓക്കെ, അപ്പം 31 ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡിസംബർ 30. ലാസ്റ്റ് ഡേറ്റ് ജനുവരി 20 ആണ് കേട്ടോ. ലാസ്റ്റ് ഡേറ്റ് ജനുവരി. ആരും മറന്നു പോകരുത്. ഓക്കെ, നമ്മുടെ ദാദ്ര നഗർ ഹവേലിയിൽ അയക്കാൻ വിട്ടുപോയത് നമുക്ക് അവസാനം വരെ വെച്ചുകൊണ്ടിരിക്കരുത്. അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് പോയി എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ജനുവരി 20 വരെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. പേയ്മെന്റ് ചെയ്യേണ്ടതും അന്ന് തന്നെയാണ്. ലാസ്റ്റ് ഡേറ്റ് 20 ജനുവരി ആണ്. കറക്ഷൻ വിൻഡോ 28 ജനുവരി ടു 6 ഫെബ്രുവരി ഫെബ്രുവരി വരെ കറക്ഷൻ വിൻഡോ ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, എക്സാം ഡേറ്റ് പബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പം ആപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് 20 ജനുവരി വരെ, കറക്ഷൻ വിൻഡോ 28 സ്റ്റാർട്ട് ചെയ്ത് 6 ഫെബ്രുവരി, അതായത് നമ്മുടെ സീറ്റെറ്റ് എക്സാമിന്റെ തലേ ദിവസം വരെ ഉണ്ടായിരിക്കും. ഫെബ്രുവരി 8 സീറ്റെറ്റ് എക്സാംസ്. അപ്പൊ അതുപോലെ ഒരു കാര്യം പറഞ്ഞോട്ടെ, സീറ്റെറ്റ് എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുള്ളവർ, അതുപോലെ തന്നെ കേറ്റെറ്റ് എക്സാമിനൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള KVNVയുടെ ഒക്കെ ലോങ് ടേം ബാച്ചുകളോട് തന്നെ ആരംഭിക്കുന്നത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ KVNVMRSന്റെ സെക്കൻഡ് ഇയർ എക്സാമിന്റെ ബാച്ചുകളും ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ, അതിന്റെ പോസ്റ്റ് വൈസ് നമ്പേഴ്സ് ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ഹിന്ദി 78 വേക്കൻസി, ഇംഗ്ലീഷ് 54, സാൻസ്ക്രിറ്റ് 62, ഫിസിക്സ് 73, കെമിസ്ട്രി 51, മാത്തമാറ്റിക്സ് 41, ബയോളജി 67, പൊളിറ്റിക്കൽ സയൻസ് 111, എക്കണോമിക്സ് 72, ഹിസ്റ്ററി 42, ജിയോഗ്രഫി 53. ജിയോഗ്രഫി ബ്രാഞ്ചസുകളാണ്, ജനറൽ ബ്രാഞ്ചസുകളാണ് പറയുന്നത്. അതിന്റെ വേക്കൻസി 2 ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹിന്ദി 88, ഇംഗ്ലീഷ് 68, സംസ്കൃത് 63, ഫിസിക്സ് 80, കെമിസ്ട്രി 54, മാത്തമാറ്റിക്സ് 49, ബയോളജി 71, പൊളിറ്റിക്കൽ സയൻസ് 116, എക്കണോമിക്സ് 84, ഹിസ്റ്ററി 46, ജിയോഗ്രഫി 62, സോഷ്യോളജി 13, ഹോം സയൻസ് 8, ആർട്സ് 2, കൊമേഴ്സിന് തീരെ കുറവാണ്, 2 വേക്കൻസി ഉള്ളൂ. അഗ്രികൾച്ചറിൽ 2 വേക്കൻസി. മൊത്തം അങ്ങനെ 808 വേക്കൻസികളാണ് ഈ ലെക്ചർ പോസ്റ്റിലേക്ക് വിളിച്ചിരിക്കുന്നത്.
ഓക്കെ, ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷൻസ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ്, കാൻഡിഡേറ്റ് മസ്റ്റ് possess a പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ ദ റെലവന്റ് സബ്ജക്ട്. PG ആണ് ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. PG ആണ് കേട്ടോ. ഏത് സബ്ജക്റ്റിലേക്ക് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അതിനുള്ള PG ഉണ്ടായിരിക്കണം. കൂടാതെ PG പ്ലസ് BEd ആണ് കേട്ടോ. ഈ LT എന്ന് പറയുന്നത് അവിടെ ക്വാളിഫിക്കേഷൻ ആണ്, ടീച്ചിങ് ക്വാളിഫിക്കേഷൻ. LT എന്ന് പറഞ്ഞാൽ LT ടീച്ചർ കേട്ടിട്ടില്ലേ? UP, ഉത്തർപ്രദേശിലും ബീഹാറിലും രാജസ്ഥാനിലൊക്കെ LT ഗ്രേഡ് ടീച്ചർ വിളിക്കാറുണ്ട്. അപ്പൊ LT ക്വാളിഫിക്കേഷൻ അവിടെ ഉള്ളതാണ്. നമുക്ക് BEd ആണുള്ളത്, BEd ആണ് വേണ്ടത്. ഓക്കെ, PG പ്ലസ് BEd ആണ് വേണ്ടത്. പിന്നെ NCC ഒക്കെ ഉള്ളവര് പ്രത്യേകമായിട്ട് പരിഗണിക്കുന്നുണ്ട് എന്നും പ്രത്യേകമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ CTET-ന്റെയോ നെറ്റിന്റെയോ സെറ്റിന്റെയോ ഒന്നും ആവശ്യമില്ല. PG പ്ലസ് BEd ആണ് ക്വാളിഫിക്കേഷൻ. PG പ്ലസ് BEd. ഓക്കെ, PG പ്ലസ് BEd ആണ് ക്വാളിഫിക്കേഷൻ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചു ചോദിക്കാം കേട്ടോ. ഈ നമ്പറിൽ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, വിളിച്ച് ചോദിക്കാവുന്നതാണ്. കമന്റ് സെക്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഈ നമ്പറിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ് എന്ത് സംശയങ്ങൾക്കും. ഓക്കെ, പിന്നെ ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. സോറി. Okay, complete the registration using a valid email ID, mobile number, personal, academic and subject related details carefully. Upload scanned copies of the photograph, signature. ഇതെല്ലാം അതായത് അപ്ലോഡ് ചെയ്യേണ്ടത് ഫോട്ടോ സിഗ്നേച്ചർ മാത്രമേ ഉള്ളൂ. പിന്നെ ആപ്ലിക്കേഷൻ ഫീസ് സബ്മിറ്റ് ചെയ്യുക. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിനു ശേഷം അത് പ്രിന്റ് ഔട്ട് ഫർദർ റെഫറൻസിന് വേണ്ടിയിട്ട് കൺഫർമേഷൻ പേജ് പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക. ഫീ നമുക്ക് നെറ്റ് ബാങ്കിങ്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, UP വഴി ചെയ്യാവുന്നതാണ്. മൊത്തത്തിന്റെ ഫീസ് എന്ന് പറയുന്നത് 166 രൂപ 36 പൈസയുള്ള ഫീ എന്ന് പറയുന്നത്. ജനറൽ സെഷന്റെ ഫീ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ജനറൽ സെഷന്റെ ഫീ ആണ്. ഓക്കെ, ജനറൽ സെഷന്റെ ഫീ ആണ്. ജനറൽ സെഷന്റെ 166 33 രൂപയാണ് ഇതിന്റെ ഫീ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ PW കാൻഡിഡേറ്റ്സിനൊന്നും ഫീ ഒന്നുമില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിന്റെ സിലബസ് അവരുടെ ഈ നോട്ടിഫിക്കേഷൻ വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് ഓരോ ഈച്ച് ആൻഡ് എവരി സബ്ജക്ട് വളരെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള സിലബസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് നമുക്ക് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ സിലബസും കൂടി ഡിസ്കസ് ചെയ്ത് പറഞ്ഞു തരാം, ഓരോ 1 by 1 ആയിട്ട് സബ്ജക്ട് ആയിട്ട്. ഇനി നമുക്ക് ആ എക്സാം പാറ്റേൺ 2 തരത്തിലുള്ള എക്സാംസ് ആണ്. ഒന്ന് സ്ക്രീനിങ് ടെസ്റ്റ് ആണ്. ഫസ്റ്റ് സ്ക്രീനിങ് ടെസ്റ്റ്, സെക്കൻഡ് റിട്ടൺ എക്സാം ആണുള്ളത്. സ്ക്രീനിങ് ടെസ്റ്റില് നമുക്ക് 2 മണിക്കൂർ എക്സാംസ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. ഓക്കെ, നമ്മളിപ്പോ EMRS-നൊക്കെ പഠിച്ച ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, ആ സെയിം സാധനം തന്നെയാണ്. EMRS-നൊക്കെ പഠിച്ചവർ EMRS-ന് ഫസ്റ്റ് ഇയർ പ്രിപ്പയർ ചെയ്തവർക്കൊക്കെ അടിപൊളി ആയിരിക്കും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാല്. ഓക്കെ, അപ്പം ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് 40 മാർക്ക്, അതുപോലെ തന്നെ ജനറൽ നോളജ് 35 മാർക്ക്, GK 35 മാർക്ക്, ഉത്തരാഖണ്ഡ് സ്റ്റേറ്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് 30 മാർക്ക്, മെന്റൽ എബിലിറ്റി, ജനറൽ ഹിന്ദി. നമ്മൾ EMRS ഹിന്ദി എടുത്ത് പഠിച്ചവർക്കൊക്കെ വളരെ സിമ്പിൾ ആയിരിക്കും. സിമ്പിൾ ആയിട്ടുള്ള സിലബസ് ആണ്. മൊത്തം 150 മാർക്ക് 150 ക്വസ്റ്റ്യൻസ്. റിട്ടൺ എക്സാംസ് നിങ്ങളുടെ സബ്ജക്ട്, അതായത് സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാംസ് 3 മണിക്കൂർ. ഓക്കെ, 200 ചോദ്യം, 3 മണിക്കൂർ എക്സാംസ്. ഇതാണ് എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പം KVNB EMRS-നൊക്കെ അപ്ലൈ ചെയ്തവരും അപ്ലൈ ചെയ്തിട്ട് ഇപ്പൊ പഠിക്കുന്നവരും EMRS-ന് പഠിച്ചവരൊക്കെ എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. PGയും BEDും മാത്രം മതി. KTET-ഓ CTET-ഓ നെറ്റോ സെറ്റോ ഒന്നും തന്നെ ഈ എക്സാം അപ്ലൈ ചെയ്യാനായിട്ട് വേണ്ട. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ മാത്രമായിട്ടാണ് ഈ വീഡിയോ. എല്ലാവരും കാണുന്ന എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്യുക. മാക്സിമം നിങ്ങൾ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് തന്നെ തനിയെ റെക്കമെൻഡ് ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കും. ഒരു ജോലി ആഗ്രഹിച്ച് നിൽക്കുന്നവർക്ക് എവിടെയായാലും ഒരു ജോലി മതി, എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവരിലേക്ക് ഇത് എത്തപ്പെടട്ടെ. അവർക്കത് ലഭ്യമാക്കുന്നതിന് വേണ്ടി കഴിയട്ടെ. ഓക്കെ, ബാക്കി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിളിക്കുക. അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഇതിന്റെ സിലബസും സ്ട്രക്ചറും പാറ്റേൺസും ഒക്കെ തരുന്നതായിരിക്കും. ആപ്ലിക്കൻസ് ധാരാളമായിട്ടുണ്ട്, എൻക്വയറീസ് ധാരാളമായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ കോച്ചിങ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം വേറെ വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും താങ്ക് യു. വന്ദേ മാതരം. ജയ് ഹിന്ദ്.